മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. കേസിന്റെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിലെ അന്വേഷണ വിവരങ്ങൾ തേടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ബിനിൽ വിശദാംശങ്ങളുമായി. ബിനിൽ, എന്താണ് ഹൈക്കോടതിയിൽ അതിജീവിത ഉന്നയിക്കുന്ന ആവശ്യം? ശ്രീജ, നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത വീണ്ടും ഒരു നിയമ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. അവർ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് വിശദമായ നീതിയുക്തമായ ഒരു അന്വേഷണത്തിന് വേണ്ടി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ അത് റദ്ദാക്കണമെന്നും ശരിയായ രീതിയിൽ ക്രിയാത്മകമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡ് ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിരുന്നു. ആ പെൻഡ്രൈവ് അടക്കം FSL ലാബിനടച്ച് അയച്ച് വിശദമായ പരിശോധനകൾ നടത്തണം, ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിലെ ദൃശ്യങ്ങൾ തന്നെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതാണെന്നും അത് പുറത്തു പോകാൻ പാടില്ലാത്തതാണെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിചാരണ കോടതി തന്നെ ഒരു അന്വേഷണം നടത്തി. അതിൽ ആ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്നതാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്റെ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി, ഇല്ലീഗൽ ആക്സസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. നിയമവിരുദ്ധമായി ആ മെമ്മറി കാർഡുകൾ ചിലർ പരിശോധിച്ചിരിക്കുന്നു. അത് ഒരു ശാസ്ത്രീയ പരിശോധനയിൽ തന്നെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്ന ആവശ്യമാണ് അതിജീവിത മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ വീണ്ടും അവരൊരു ഹർജിയുമായി എത്തിയിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പരിശോധനകൾ FSL പരിശോധനകളൊക്കെ വീണ്ടും നടത്തണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന കാര്യം വിചാരണ കോടതിയിൽ വിചാരണ വേളയിലാണ് ആ കാര്യം വ്യക്തമാകുന്നത്. ഇതിൽ തുടരന്വേഷണം നടത്തിയപ്പോഴാണ് അക്കാര്യം വ്യക്തമാകുന്നത്. അതുവരെ ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം അന്വേഷണ സംഘമോ മറ്റാരെങ്കിലുമോ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയുടെ തുടർച്ചയായി ഇതിൽ അന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അന്ന് വിചാരണ കോടതിയാണ് ആ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഇപ്പോൾ അതിജീവിത വ്യക്തമാക്കുന്നത്. തന്റെ കേസുമായി ബന്ധപ്പെട്ട് സത്യസന്ധവും നീതിയുക്തവുമായ ഒരു അന്വേഷണം ഇനി ആവശ്യമാണ് എന്ന നിലപാടാണ് അവർ കോടതിയിൽ എടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയിലടക്കം വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകരെ ഈ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കാനാണ് അതിജീവിത ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിലൊരു നീക്കമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നിൽ ഈ കേസിന്റെ ഒരു ഘട്ടം പൂർത്തിയായി എന്ന് നമ്മളൊക്കെ കരുതിയ ഒരു സമയമാണ്. ഈ ഹാഷ് വാല്യൂ മാറിയത് ഈ മൊത്തം കേസെടുത്താൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അതിൽ അന്വേഷണം നടത്തിയെന്ന് പറയുമ്പോഴും വേണ്ട രീതിയിൽ അന്വേഷണം നടന്നില്ല എന്നൊരു പരാതി നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ നിയമ പോരാട്ടത്തിന്റെ എപ്പിസോഡ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണോ? ഈ കേസിന്റെ വിധി വന്നു. ആ വിധിക്ക് ശേഷം സംസ്ഥാന സർക്കാർ, അതായത് പ്രോസിക്യൂഷൻ, അപ്പീൽ നൽകിയിരിക്കുന്നു. ആ ഒരു ഘട്ടം ഹൈക്കോടതിയിൽ നടക്കുന്നു. അപ്പോൾ മറ്റൊരു തലത്തിലൊരു പുതിയ നിയമ പോരാട്ടത്തിലേക്ക് അതിജീവിത കടന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലെ മെമ്മറി കാർഡിന്റെ ബന്ധപ്പെട്ട പകർപ്പുകൾ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡിലെ തന്നെ ദൃശ്യങ്ങളും അതിലെ വിവരങ്ങളും പ്രതിഭാഗത്തിന് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇനിയും വസ്തുതകൾ പുറത്തു വരാനുണ്ട് എന്നതാണ് അതിജീവിതയുടെ നിലപാട്. ആ ദൃശ്യങ്ങൾ തന്റെ സ്വകാര്യതയുടെ കൂടി ഭാഗമായതുകൊണ്ട് തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ നീതി ഉറപ്പാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് അവർ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് തന്റെ കേസുമായി മുന്നോട്ട് പോകാൻ അവരൊരു രണ്ടാമത്തെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് അവർ കടക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, ആക്രമണത്തിന്റെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിലെ അന്വേഷണ വിവരങ്ങൾ തേടി ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പുതിയൊരു നിയമ പോരാട്ടം കൂടി തുടക്കമാവുകയാണ്.